സരോവരത്ത് അനധികൃതമായി കണ്ടൽക്കാടുകൾ വെട്ടിനിരത്തി മണ്ണിട്ട് നികത്തിയ സ്ഥലം ബിജെപി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ സജീവൻ സന്ദർശിച്ചു. പരിസ്ഥിതി സംരക്ഷണ പ്രക്ഷോഭം നടത്തുന്ന നാട്ടുകാർക്കും പ്രകൃതി സംരക്ഷണ സമിതിക്കും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. കോട്ടോളി തണ്ണീർത്തടവുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലത്ത് കുറച്ചുകാലമായി പ്രശ്നം നിലനിൽക്കുകയാണ്. തണ്ണീർത്തടം, തോട്ടം, നഞ്ച, പുഞ്ച, സ്ഥിരം പുഞ്ച എന്നിങ്ങനെ സർക്കാർ രേഖയിൽ കാണിച്ചിട്ടുള്ള ഈ നിലത്തിൽ അനധികൃതമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്നും സ്ഥലം സന്ദർശിച്ച ശേഷം വി കെ സജീവൻ പറഞ്ഞു. സർക്കാരിൻ്റെ കൈവശമുള്ള കോട്ടുളി തണ്ണീർത്തടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഭൂമിയാണിത്. ഇവിടെയാണ് സ്വകാര്യ വ്യക്തികൾ ഭൂമികൾ കൈയടക്കിക്കൊണ്ട് അധികൃതരുടെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ച് ഈ കണ്ടൽക്കാടുകൾ നശിപ്പിക്കാനും തണ്ണീർത്തടം നികത്താനുമൊക്കെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ, നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങളും പരിപാടികളുമായിട്ടൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തണ്ണീർത്തടം നികത്തലും കണ്ടൽക്കാടുകൾ നശിപ്പിക്കലും എല്ലാം കഴിഞ്ഞ കുറേ വർഷമായി ഭൂമാഫിയുടെ നേതൃത്വത്തിൽ ഈ മേഖലയിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ്. സർക്കാരിൻ്റെ കൈവശമുള്ള കോട്ടൂളി തണ്ണീർത്തടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഭൂമിയാണിത്. ഇവിടെയാണ് സ്വകാര്യ വ്യക്തികൾ അധികൃതരുടെ മുന്നിൽ വെച്ച് കണ്ടൽക്കാട് നശിപ്പിക്കാനും തണ്ണീർത്തടം നികത്താനും ശ്രമം നടത്തുന്നതെന്നും വി കെ സജീവൻ പറഞ്ഞു. കഴിഞ്ഞ കുറേ നാളുകളായി നാട്ടുകാരുടെയും റെസിഡൻസ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ നടത്തുന്നുണ്ട്. കണ്ടൽക്കാട് വെട്ടിത്തെളിച്ച് തണ്ണീർത്തടം നികത്തി അനധികൃത നിർമ്മാണങ്ങൾ നടത്തുന്നവരുടെ കയ്യിൽ യാതൊരുവിധ രേഖകളോ ലൈസൻസുകളോ ഇല്ലെന്ന് മാത്രമല്ല, ഈ സ്ഥലത്തുള്ള പ്രധാനപ്പെട്ട അനധികൃത ബിൽഡിംഗ് പൊളിക്കാൻ കോർപ്പറേഷൻ അധികൃതർ ഫൈനൽ നോട്ടീസ് നൽകിയിട്ടുള്ളതാണെന്നതും ശ്രദ്ധേയമാണെന്ന് വി കെ സജീവൻ വ്യക്തമാക്കി. JCBയോ ലോറിയോ കയറ്റാൻ അനുവാദമില്ലാത്ത ഭൂമിയിൽ ഇത്രയും അകത്തുപോലും JCB ഉപയോഗിച്ച് കണ്ടൽക്കാടുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അധികൃതർ മുഴുവനും കണ്ണടക്കുകയാണെന്നും വി കെ സജീവൻ ആരോപിച്ചു. കണ്ടൽക്കാട് വെട്ടിത്തെളിക്കുന്ന തണ്ണീർത്തടം നികത്തുന്ന ആളുകളുടെ കയ്യിൽ യാതൊരുവിധ രേഖകളുമില്ല, ലൈസൻസും ഇല്ല. കോർപ്പറേഷനിൽ അന്വേഷിക്കുന്ന സമയത്ത് കോർപ്പറേഷനിൽ നിന്ന് ഇപ്പോൾ തൊട്ടടുത്ത് കാണുന്ന ഒരു ട്രേഡ് സെൻറ്റർ, സത്യത്തിൽ അത് പൊളിച്ചു നീക്കാൻ, ആ അനധികൃതമായിട്ടുള്ള നിർമ്മാണം പൊളിച്ചു നീക്കാൻ കോഴിക്കോട് കോർപ്പറേഷനിൽ നിന്ന് ഫൈനൽ നോട്ടീസ് കൈപ്പറ്റിയിട്ടുള്ളൊരു സ്ഥാപനമാണ്. അതേ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ കണ്ടൽക്കാടുകൾ വെട്ടിത്തെളിച്ച് ഇവിടെ വേറൊരു ഭാഗത്ത് കൂടെ റോഡ് ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇതാ വെള്ളക്കെട്ടിന് നടുവിലാണ്. ഈ വെള്ളക്കെട്ടിനും അപ്പുറത്താണ് ഇപ്പോൾ JCB നാട്ടുകാർ തടഞ്ഞിട്ടിരിക്കുന്നത്. ആ JCB കണ്ടാൽ അറിയാം ഈ കണ്ടൽക്കാടിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെ അനധികൃതമായിട്ടൊരു JCBക്ക് കടന്നു വരാൻ വേണ്ടി സാധിച്ചു. സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് ഇവിടെ ജോലി ചെയ്യാൻ പറ്റുന്നില്ലെന്നും വി കെ സജീവൻ കുറ്റപ്പെടുത്തി. കാരണം കഴിഞ്ഞ ദിവസം ഇവിടെ JCB ഉപയോഗിച്ചുള്ള പ്രവർത്തനം തടഞ്ഞ വേങ്ങേരി വില്ലേജ് ഓഫീസർ സ്ഥലം മാറിപ്പോയി എന്നത് അതിന് ഉദാഹരണമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ വില്ലേജ് ഓഫീസറാണ് വിവരാവകാശ നിയമപ്രകാരം ഈ ഭൂമിയെക്കുറിച്ചുള്ള വിവരങ്ങൾ നാട്ടുകാർക്ക് കൈമാറിയത്. ഈ ഭൂമി പരിസ്ഥിതി ലോല പ്രദേശമാണെന്ന് സത്യസന്ധമായ റിപ്പോർട്ട് കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് പോലും ഇവിടെ നിലനിൽക്കാൻ പറ്റുന്നില്ല എന്നതാണ് ഇതിലൂടെ നമുക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നതെന്നും വി കെ സജീവൻ പറഞ്ഞു. പ്രകൃതി ചൂഷണം നടത്തുന്ന ആളുകൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നും വി കെ സജീവൻ ആവശ്യപ്പെട്ടു. കണ്ടൽക്കാടുകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കുവാൻ വേണ്ടി നാട്ടുകാർ നടത്തുന്ന പോരാട്ടത്തിന് എല്ലാവിധ പിന്തുണയും BJP വാഗ്ദാനം ചെയ്യുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. BJP ജില്ലാ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് KV സുധീർ, ജില്ലാ സെക്രട്ടറിമാരായ T റിനീഷ്, അനുരാധ തായാട്ട്, പ്രക്ഷോഭ് കോട്ടൂളി തുടങ്ങിയവർ അനുഗമിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.